Welcome all. Welcome to another session of Sustainable Engineering, Module 3. Lecture 3. Myself, Rahul Anar, Assistant Professor, Department of Mechanical Engineering, Sri Narayana Institute of Technology, Adu. In this lecture, we are going to study about the life cycle analysis or life cycle assessment. നമ്മൾ നേരത്തെ സെഷനുകളിൽ പറഞ്ഞതാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റിനെ കുറിച്ച്. ISO പറഞ്ഞപ്പോൾ ആ ഒരു ലെക്ചറിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ISO സ്റ്റാൻഡേർഡ്സ്, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് നടക്കുന്നത്. ISO 14040 എന്ന് പറയുന്നതാണ് ഏതാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ ISO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അനലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ടൂൾ ആണ് വിച്ച് ഹെൽപ്പ് us to determine the environmental impact of a product or proposed activities throughout the entire life cycle. ഓക്കെ, അപ്പൊ ISO 1404 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ബേസ്ഡ് ISO ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ അനാലിസിസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണ് നൽകുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഒരു എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ടൂൾ ആണ് ഈ പറയുന്ന ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്, വിച്ച് ഡിറ്റർമിൻസ് ദ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് എ പ്രോഡക്റ്റ് ഓർ പ്രപ്പോസ്ഡ് ആക്ടിവിറ്റീസ് ത്രൂ വിച്ച് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ് ഗോസ് ത്രൂ. എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ നടക്കുന്നു, റോ മെറ്റീരിയലിന്റെ പ്രൊഡക്ഷൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് പ്രൊഡക്ഷനിലേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ നിന്ന് അത് പ്രോഡക്റ്റായി മാറുന്നു, പ്രോഡക്റ്റിന് ശേഷം അത് ലോജിസ്റ്റിക്സിലേക്ക് പോകുന്നു, ലോജിസ്റ്റിക്സ് വഴി നമ്മൾ അത് എവിടെയാണോ നമുക്ക് ഡെലിവറി ചെയ്യുന്നത് അവിടേക്ക് എത്തുന്നു, നമ്മൾ അത് യൂസ് ചെയ്യുന്നതിന് ശേഷം അത് ഡിസ്പോസൽ ചെയ്യുന്നു. ഈ ഡിസ്പോസൽ ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നു. ഈ റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതിനെ വീണ്ടും ആ റോ മെറ്റീരിയൽസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നു, വീണ്ടും ആ ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ പറയുന്ന ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് എനേബിൾസ് ദ ഇവാലുവേഷൻ ഓഫ് നെഗറ്റീവ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ഈച്ച് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഓർ ഡ്യൂറിങ് ദ എൻറ്റയർ ലൈഫ് സൈക്കിൾ സ്റ്റേജസ്. എന്തൊക്കെയാണ് ഇതിനകത്ത്, ഇല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എൻവയോൺമെന്റലി എങ്ങനെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ പ്രോഡക്റ്റിന്റെ സ്റ്റേജസിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അനലൈസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊരു സൈക്കിളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആ സൈക്കിളിനകത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, ആ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, പ്രോസസ് ചെയ്തതിന് ശേഷം അതൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു, പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് അവിടെ നടക്കുന്നു, മാനുഫാക്ചറിങ്ങിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു, ഡിസ്ട്രിബ്യൂഷന് ശേഷം അതെന്ത് ചെയ്യുന്നു, യൂസ്ഫുൾ പ്രോഡക്റ്റ് ആക്കി നമ്മളിലേക്ക് എത്തുന്നു, നമ്മളത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഡംപ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ലൈഫ് ആണ്. പക്ഷെ ഡിസ്പോസൽ ചെയ്തതിന് ശേഷം ഈ പ്രോഡക്റ്റ്, ഈ റിസോഴ്സ് ഇതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അതിനെ പ്രോസസ് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പം ഇതെന്താ, ഈ ഒരു ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ആണ് നമ്മൾ നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഇത് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്നു. ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ്, നമ്മളിപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചു, പക്ഷെ ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള കമ്പനീസ് ഇപ്പോഴും പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നു, അല്ലെ? അപ്പം അതെന്താണ്, അപ്പം ആ പ്രോഡക്ട്സിനെ അവര് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. അനാലിസിസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് compliances and evaluation of input, output and potential impacts of a product or activity throughout the life cycle. Also known as cradles to graves analyze decision support tools in the global market. ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂളാണ് ഈ പറയുന്ന ISO 1404 എന്ന് പറയുന്ന ലൈഫ് സൈക്കിൾ അനലൈസ് അല്ലെങ്കിൽ അസസ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിളിൽ മൊത്തം അത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്നുണ്ട്.
അതിൻ്റെ ഇൻപുട്ടിൽ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുണ്ടോ നെഗറ്റീവായിട്ട്, അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ISO ആണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്, ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ലൈഫ് സൈക്കിൾ അനലൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ നീഡ് എന്താണ്, ഈ പറയുന്ന അസസ്മെന്റ് കൊണ്ടുള്ള നീഡ് എന്താണ്? ടു ഐഡന്റിഫൈ വിച്ച് സ്റ്റേജ് കോസസ് ഹാം ടു എൻവയോൺമെന്റ് so that proper decisions can be arranged to modify that stage. Second point എന്ന് പറയുന്നത് need എന്ന് പറയുന്നത് enables companies to improve their environmental commitments and help them to comply with existing law and regulations. Third എന്ന് പറയുന്നത് to compare the pollution potential of two products having the same use in the market and thereby can ban the product which causes the maximum pollutions, can promote the product which causes less harm. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ നീഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ISO സ്റ്റാൻഡേർഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സൈക്കിൾ അസസ്മെന്റിന് വേണ്ട ISO സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ISO എന്ന് പറയുന്നത് 40 ആണ്. 14040 ആണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ISO. 14041 എന്ന് പറയുന്നതാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഇൻവെന്ററി അനാലിസിസ്. ഇൻവെന്ററി എന്ന് പറയുന്നത് വെയർ ഹൗസ്, എവിടെയാണോ ഇത് കെപ്റ്റ് ചെയ്യുന്നത്, റോ മെറ്റീരിയൽസ് ആണെങ്കിലും പ്രോഡക്ട്സ് ആണ്, അതിന്റെ അനലൈസ് നടത്തുന്ന ISO. 14042 ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന്റെ അസസ്മെന്റ് നടത്തുന്നത്. 14043 ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡേറ്റ കളക്ഷൻസ്, നമ്മൾ ഡേറ്റ ബേസ് ചെയ്ത് വരുന്ന അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ്. 14044 ലൈഫ് സൈക്കിൾ അസസ്മെന്റ് റിക്വയർമെന്റ്സ് ഗൈഡ് ലൈൻസ് ഫോർ, ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് സ്റ്റാൻഡേർഡ്സിന് വേണ്ട റിക്വയർമെന്റ്സും അതുപോലെ തന്നെയുള്ള ഗൈഡ് ലൈൻസ്. എന്തൊക്കെയാണ് ഈ പറയുന്ന ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? അത് നമ്മൾ എന്ത് ചെയ്യണം? ഗോൾസും സ്കോപ്സും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ഇൻവെന്ററി അനാലിസിസ് അപ്പോൾ റോ മെറ്റീരിയൽസിന്റെ ഇൻവെന്ററി അനാലിസിസ് നടക്കണം. സെയിം ISO 4.0.4 ISO 0.0, 0.041, 042, 43, 44 എന്ന് പറയുന്ന ആ സ്റ്റെപ്സ് തന്നെ, ISO സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇമ്പാക്ട് അസസ്മെന്റ്, അതാണ് ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെന്റ്, LCIA എന്ന് പറയുന്നത്. അത് 14042 ആണ്. പിന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അതാണ് എന്താണ് 14043 എന്ന് പറയുന്ന ISO വരുന്ന നാലാമത്തെ സ്റ്റേജ്. ഇങ്ങനെ 4 സ്റ്റേജസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഏതിനുള്ളത്? ലൈഫ് സൈക്കിൾ അസസ്മെന്റ് പ്രോസസ്സിന് ഉള്ളത് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉള്ളത്. ഓക്കെ, ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഈ പറയുന്ന 4 ഗോൾസ് ആൻഡ് സ്കോപ്സ്, ഇൻവെന്ററി അനാലിസിസ്, ഇമ്പാക്ട് അസസ്മെന്റ്, ഇതിന്റെ എന്താണ് ഇന്റർപ്രിട്ടേഷൻ. ഇവർ തമ്മിൽ എന്താണ് ഡേറ്റ ട്രാൻസ്ഫേഴ്സ് ഇതിനകത്ത് നടക്കുന്നത്, ഫ്രെയിംവർക്കിനകത്ത് നടക്കുന്നുണ്ട്. ഈ ഫ്രെയിംവർക്കിൽ നിന്ന് തന്നെ എന്താണ് ഡേറ്റ ട്രാൻസ്മിഷൻസ് എങ്ങോട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് നടക്കുന്നുണ്ട്. ഈ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് അവിടെ ക്വാളിറ്റി ചെക്ക് വരുന്നുണ്ട്, കൺക്ലൂഷൻ, സജഷൻസ്, റിപ്പോർട്ടിങ്, ഇതെല്ലാം വരുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ഡേറ്റ ക്വാളിറ്റിക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നേരെ എവിടേക്ക് പോകും? ഗോളിലേക്ക് പോകും. പക്ഷെ ഗോൾ സ്കോപ്പിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെന്ററി അനാലിസിസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എവിടേക്കാണ്? ഗോൾ സ്കോപ്പിലേക്കാണ് പോകുന്നത്. ഇമ്പാക്ട് അസസ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ തിരിച്ച് ഇൻവെന്ററി അനാലിസിസിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഗോളിലേക്ക് പോകുന്നു. ഡയറക്റ്റ് ഗോൾ ആൻഡ് സ്കോപ്പിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ഇമ്പാക്റ്റിൽ നിന്ന് എവിടേക്ക്? ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുന്നു, അവിടെ നിന്ന് ഗോളിലേക്ക് പോകുന്നു. അപ്പം ഇതും ഒരു സൈക്കിൾ പോലെയാണ് പോകുന്നത്, ഫ്ലോ ചാർട്ടാണ്. അപ്പം അവിടെ നിന്ന് എന്താണ് ഈ ഫ്രെയിം വർക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് എവിടേക്ക് വരുന്നു? അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നു. പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് ഡെവലപ്മെന്റ്, സ്ട്രാറ്റജി പ്ലാനിങ്, ഇൻഫോമിംഗ് ഡിസിഷൻ മേക്കേഴ്സ്, പബ്ലിക് പോളിസീസ്, പ്രോഡക്റ്റ് ലേബലിംഗ് ഓർ ഡിക്ലറേഷൻ, ബെഞ്ച് മാർക്കിംഗ് എക്സെട്ര. ഈ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? ഈ ഫ്രെയിം വർക്ക് ഓക്കെ ആണെങ്കിൽ, അസസ്മെന്റ് ISO നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കമ്പനീസ്
ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതേ ആപ്ലിക്കേഷൻസിലേക്ക് ഇതെന്താണ് പോകും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ISOയുടെ എക്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന എക്സ്ട്രാക്ഷൻസ് ഓഫ് പ്രോസസ് ആണ് നടക്കുന്നത്. അക്വയറിംഗ് റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻസ് നടക്കുന്നു, അവിടെ നിന്ന് എന്താകുന്നു പ്രൊഡക്ഷൻസിലേക്ക് വരുന്നു, പ്രൊഡക്ഷൻസ് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തുന്നു, ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് യൂസ് ഉണ്ടാകുന്നു, യൂസിൽ നിന്ന് എൻഡ് ഓഫ് സൈക്കിൾ. ഇതെല്ലാം എന്താണ് ഈ പറയുന്ന പ്രൊഡക്ഷൻസ്, അവിടെയാണ് നമ്മൾ ഇൻവെന്ററി അനാലിസിസ് നടത്തുന്നത്. പിന്നെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ. ആ സമയത്താണ് നമുക്ക് ഈ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻസോ അല്ലെങ്കിൽ അസസ്മെന്റ്, ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ വരുന്നത് യൂസിനകത്തിലും വരും. അപ്പം എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിനകത്തിലാണ് നമുക്ക് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ആ സ്റ്റേജസും ഇവിടെ വരുന്നുണ്ട് ഈ ലൈഫ് സൈക്കിളുമായിട്ട്. അടുത്ത ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. അത് ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഗോൾ ആൻഡ് സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി along with assumptions and clearly defined system boundaries is fixed. In a technical detail that guides subsequent works, how and whom the result are to be communicated. ഇതാണ് എന്താണ് ഈ പറയുന്ന ഗോൾ ആൻഡ് ഡെഫിനിഷൻസ്, അതിനെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് ആണ്. ഹാർട്ട് ഓഫ് ലൈഫ് സൈക്കിൾ എന്ന് പറയാം നമുക്ക്. ലൈഫ് സൈക്കിൾ അനാലിസിസിന്റെ അല്ലെങ്കിൽ അസസ്മെന്റിന്റെ ഹാർട്ട് എന്ന് പറയാം. ഇവിടെയാണ് ഡേറ്റ കളക്ഷൻസ് നടക്കുന്നത്, മെറ്റീരിയൽസ് വരുന്നു, സിസ്റ്റം ബൗണ്ടറിയിലേക്ക് വരുന്നു, അവിടെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ്, എനർജി, വാട്ടർ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻസ് നടക്കുന്നു, മാനുഫാക്ചറിങ് നടക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻസ് നടക്കുന്നു, എന്താണ് കൺസ്ട്രക്ഷൻസ് നടക്കുന്നു, പിന്നെ യൂസ് ആൻഡ് മെയിൻ്റെനൻസ്, ഡിമോളേഷൻ നടക്കുന്നു, ഡിസ്പോസൽ നടക്കുന്നു. ഇതാണ് എന്താണ് സിസ്റ്റം ബൗണ്ടറി. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ്, മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻസ്, പിന്നെ യൂസ് ആൻഡ് മെയിൻ്റെനൻസ്, പിന്നെ ഡിമോളേഷൻ, ഡിസ്പോസൽ. ഇതിനെല്ലാം ശേഷം റോ മെറ്റീരിയൽസ് എവിടേക്ക് വരുന്നു, ഔട്ട്പുട്ടായിട്ട് വരും, വേസ്റ്റ് ആയിട്ട് വരും, എമിഷൻസ് ഉണ്ടാവും, ബൈ പ്രോഡക്ട്സ് ഉണ്ടാവും. ഇത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റീപ്ലാൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു, അത് അപ്ലൈ ചെയ്യുന്നു. അപ്പം EMS സിസ്റ്റം അവിടെ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒരു വേസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അത് എൻവയോൺമെന്റിൽ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റിന്റെ ISO ലേബലിംഗ് നമ്മൾ കളയും. അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് വഴി ആ ഒരു ISO നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിന്റെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ സ്ലൈഡ് തന്നെയാണ്. സെയിം പ്രോസസ്സുകൾ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇൻപുട്ടിൽ നിന്ന് പ്രോഡക്റ്റ്സ് വരുന്നു, അത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നു, അവിടെ പ്രോഡക്റ്റ് ഡിസൈൻ നടക്കുന്നു, മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിസോഴ്സസ് സോഴ്സിങ് നടക്കുന്നു. അതിനുശേഷം പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്, പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, നമ്മളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡേയിലേക്ക് എത്തുന്നു, പ്രോഡക്റ്റിന്റെ എൻഡ് ലൈഫാണ്. അവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രിൻസിപ്പൽ പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നു, അതിന്റെ കോ പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നു. എയറിലേക്ക് എന്താണ് എമിഷൻസ് നടക്കുന്നു, സോളിഡ് വേസ്റ്റ് എമിഷൻസ് നടക്കുന്നു, വാട്ടർ, ഇവിടെ യൂസ് ചെയ്യുന്ന വാട്ടേഴ്സ് എന്താണ്, അത് ഇൻഫ്ലുവൻസ് ആയിട്ട് വെളിയിലേക്ക് വരുന്നു. അതർ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നു. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. LCIA എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് ആർ ഇവാലുവേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് LCI flow result. Step for assessing the impacts are selection of impact category, അതിനകത്തിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിവലന്റ് ഇമ്പാക്ട് കാറ്റഗറി, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമ്പാക്ട്സ്, ഇമ്പാക്ട് characteristics. Impacts are classified as the global impacts, regional impacts and local impacts. Impact characteristics convention and combine the individual result into a common relevance unit to determine the overall harmful impacts on. ഇതാണ് ലൈഫ് സൈക്കിൾ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെന്ററി അനാലിസിസിന്റെ അതിനകത്തില് ഇമ്പാക്ട് കാറ്റഗറീസ് ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഫോട്ടോ കെമിക്കൽ സ്മോക്സ്, ഫോർമേഷൻസ്, PM ഫോർമേഷൻ, ആസിഡ് റെയിൻ,
പിന്നെ അതുപോലെ തന്നെ വാട്ടർ റിലേറ്റഡ്, സോളിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസിഡിഫിക്കേഷന്, സോളിഡ് വേസ്റ്റ് അക്യുമുലേഷൻ, ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, ഹ്യൂമൻ ഹെൽത്തിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഹ്യൂമൻ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എക്കോളജിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, റിസോഴ്സ് ഡിപ്ലീഷൻ, റിസോഴ്സിന്റെ അളവ് കുറയാനൊക്കെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനാലിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടത്തുന്ന ഈ ഒരു സ്റ്റേജിൽ. ഈ അനാലിസിസ് നടത്തിയതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, അനാലിസിസിന് ശേഷം ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് നമ്മൾ അവിടെ നടക്കുന്നുണ്ട്. എന്തിന്, ഐഡന്റിഫൈ, ക്വാണ്ടിഫൈ, ചെക്ക് ആൻഡ് ഇവാലുവേറ്റ് ദ റിസൾട്ട് ഫ്രം ഏതാണ്, ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റിൽ നിന്നും ലൈഫ് സൈക്കിൾ ഇമ്പാക്റ്റ് അസസ്മെന്റിനകത്ത് നിന്നും ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ നടത്തുന്നു. ആ റിസൾട്ടിന്റെ ബേസിൽ സമ്മറൈസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ഇനി ഈ പ്രോഡക്റ്റ് വേണം അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് നടത്തുന്നത് മനസ്സിലാവും. To determine the level of confidence in the final result and communicate them in fair, complete and accurate manner. Okay, ഇതിനകത്തിൽ ISO 1416 last part ISO 1440 2006 data interpretation should include identification of significant issues based on the result of LCI and life cycle impact assessment phase of a life cycle assessment. Evaluation of the study considering completeness, sensitivity and consistency checking. Conclusion and limitation and recommendations to be added of the product. Recommendations നമുക്ക് നൽകാം, modifications വേണ്ടി, അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ ഇമ്പാക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്ട്സ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമുക്ക് നടത്താം. എന്താണ് റിസോഴ്സസ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്, എന്തെങ്കിലും റിസോഴ്സസ് അങ്ങനെയുള്ള ഇന്റർപ്രിട്ടേഷൻ നമുക്കല്ലെങ്കിൽ വേണ്ട, ഈ പ്രോഡക്ട്സ് വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ സ്റ്റേജസിനകത്തിൽ നമുക്ക് വരുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ എന്താണ് ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ ഇമ്പാക്ട് എന്നാണ് നമ്മളൊക്കെ. ഇവാലുവേഷൻ ഓഫ് key environmental impact associated with a given product. Method of selecting the proper eco-friendly products among completing the product in the market. Life cycle assessment enables companies to limit environmental release to the air, water and land, thereby making the product causing less harm to the environment. Independent third-party certification can be assessed to the company's dedication to safer and economical products. ഇതൊക്കെയാണ് എന്താണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അനലൈസ് ഈസ് കോസ്റ്റ്ലി ആൻഡ് റിക്വയർ എ ലോട്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് ടൈം. ലൈഫ് സൈക്കിൾ ബൗണ്ടറീസ് ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. ബൗണ്ടറീസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിപ്പെൻഡ്സ് ഓൺ ആക്യുറേറ്റ് ആൻഡ് പ്രിസിഷൻ ഡേറ്റാസ്. ഇഫ് ദ ഡേറ്റ ഇസ് ഇൻസഫിഷ്യന്റ് ഓർ ഇൻകറക്റ്റ്, ദ റിസൾട്ട് വിൽ ബി റോങ് ഇൻ ദ കേസ് ഓഫ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ക്രാഡിൽ ടു ഗ്രേവ്, റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ടു ഡിസ്പോസൽ. അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്രാഡിൽ ടു ക്രാഡിൽ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ലൂപ്പാണ്. നമ്മൾ റീസൈക്ലിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ക്രാഡിൽ ടു വീണ്ടും റിസോഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിൻ്റെ എൻഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് റീയൂസ് ചെയ്യുന്നു. ക്രാഡിൽ ടു ഗേറ്റ്, റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ഓർ ടു ദ ഫാക്ടറി ഗേറ്റ്. ഫാക്ടറി ഗേറ്റ് വരികയാണ്. ഗേറ്റ് ടു ഗേറ്റ്, ഫോക്കസ് ഓൺ ഓൺലി വൺ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്. വീൽ ടു വീൽ, ടു ഇവാലുവേറ്റ് എനർജി കൺസംഷൻ ആൻഡ് എമിഷൻ ഇമ്പാക്ട് യൂസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ വീൽസ് ടു വീൽസ്, സെയിം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പ്രോഡക്റ്റ്സ് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നു, അതിനകത്തിൽ അല്ലെങ്കിൽ എനർജി കൺസംഷൻ, അത് എമിറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്സ്, ഈ തമ്മിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിനകത്തിൽ വരുന്ന കാര്യങ്ങളാണ് വീൽ ടു വീൽ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ എന്ന് നമുക്ക് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ടൈപ്സ് അല്ലാതെ ഒരു രണ്ട് അതർ ടൈപ്സ് ഓഫ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഉണ്ട്. ഒന്ന് അട്രിബ്യൂഷണൽ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, സീക്കിംഗ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ദ ബർഡൻ അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓർ യൂസ് ഓഫ് പ്രോഡക്ട്സ് അറ്റ് എ പോയിന്റ് ഇൻ ടൈം. എത്രമാത്രം ഈ പ്രോഡക്ട്സ് ബേർഡൻസ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതിനെ റിലേറ്റഡ് പ്രൊഡക്ഷൻസ്
അതുപോലെ തന്നെ യൂസ് ഓഫ് പ്രോഡക്ട്സ്, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എത്രമാത്രം ഇത് ഉണ്ടാക്കുന്നുണ്ട് അതെന്നുള്ളതാണ് അട്രിബ്യൂട്ടഡ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് സബ്സിക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയും. സീക്കിംഗ് ടു ഐഡന്റിഫൈ ദ എൻവയോൺമെന്റൽ സീക്വൻസസ് ഓഫ് എ ഡിസിഷൻ ഓർ പ്രപ്പോസ്ഡ് ചേഞ്ച് ഇൻ എ സിസ്റ്റം അണ്ടർ സ്റ്റഡീസ്. അപ്പം അതാണ് എന്താണ് സീക്ക് ഓഫ് ഐഡന്റിഫൈങ് നമ്മുടെ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാവുന്ന എന്താണ് ഒരു അണ്ടർ സ്റ്റഡീസിൽ ഉണ്ടാവുന്ന ഒരു ഇതാണ് സബ്സിക്വൻസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്.